രാഗിൻ കൂടി ചേരുന്നുണ്ട്. രാഗിൻ നേരത്തെ പറഞ്ഞതുപോലെ വാഹനങ്ങളിലൊക്കെ തന്നെ പ്രതിഷേധക്കാർ എത്തിയിട്ടുണ്ട്. അവരൊക്കെ കരിങ്കൊടി പ്രതിഷേധം നടത്തും. ഗവർണർക്കെതിരെ രോഷപ്രകടനമൊക്കെ ഉണ്ടാകുമെന്ന് പോലീസും പറയുന്നുണ്ട്. എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത്? പ്രതിഷേധക്കാർ ഏതൊക്കെ ഇടങ്ങളിൽ തമ്പടിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്? അതായത് തൊടുപുഴയിലേക്ക് എത്തുന്ന വശങ്ങൾ, പ്രത്യേകിച്ചും എറണാകുളം ജില്ല കഴിഞ്ഞ് തൊടുപുഴയിലേക്ക് വരുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ SFIയുടെയും LDFിന്റെയും ഒക്കെ പ്രതിഷേധങ്ങളുണ്ട്. കൂടുതലും SFIയുടേതാണ്. വിവിധ ഇടങ്ങളിൽ കരിങ്കൊടിയുമായി SFI പ്രവർത്തകർ തമ്പടിച്ചിരുന്നു. ഇവിടെയും പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. അതായത് വെങ്ങല്ലൂർ ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഭാഗത്താണ് ഇവിടെ പ്രതിഷേധം ഉണ്ടായത്. ഇവിടെ പോലീസ് ഉൾപ്പെടെ വലിയ കാവൽ ഒരുക്കിയിരുന്നു. പോലീസ് ഉൾപ്പെടെ ബാരിക്കേഡ് തീർത്ത പോലെ അവർ നിലയുറപ്പിച്ചിരിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും വാഹനത്തിന് മുന്നിലേക്ക് SFI പ്രവർത്തകർ എത്തിയില്ല. കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. അതിനുശേഷം ഈ ഗവർണറുടെ വാഹനം മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ കോൺവോയ് കടന്നു പോവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ഗവർണർ എത്തിയിട്ടുണ്ടാകും. ഈ പരിപാടിക്ക് ശേഷം അരമണിക്കൂറോളം തൊടുപുഴയിലെ റെസ്റ്റ് ഹൗസിൽ ഗവർണർ ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ വിവരം ലഭിക്കുന്നത്. എന്തായാലും SFI ജില്ലാ സെക്രട്ടറിയാണ് നേരത്തെ നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ഗവർണർ പോകുന്നത് വരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകും എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. പലയിടങ്ങളിലും അത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുമുണ്ട്. എന്തായാലും കരിങ്കൊടി പ്രതിഷേധമാണ് പ്രധാനമായും നടക്കുന്നത്. പോലീസ് വലിയ തോതിൽ തന്നെ ഈ നഗരമാകെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തൊടുപുഴ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ രാത്രി മുതൽ തന്നെ ഒരു നിരീക്ഷണവും അതോടൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാക്കിയിരുന്നു. നേരത്തെ കാരണം ഈ വാഹനത്തിന് മുന്നിലേക്കൊക്കെ എത്തുന്ന ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഗവർണർ പുറത്തേക്കിറങ്ങി പ്രതിഷേധിക്കുന്ന കാഴ്ചയുണ്ടായിരുന്നു. അത്തരം സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്ന നിർദ്ദേശം പോലീസിനടക്കം ലഭിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയത്. എന്തായാലും ആ പോലീസിന്റെ വലയം ഭേദിച്ച് മുന്നോട്ട് വരാൻ SFI പ്രവർത്തകരും തുനിഞ്ഞില്ല. എന്തായാലും ഇടുക്കി ജില്ലയിൽ ഇന്ന് ഹർത്താലാണ്. ഗവർണർ തങ്ങളെ അല്ലെങ്കിൽ ജില്ലയെ വെല്ലുവിളിക്കുന്നു എന്നതാണ് ഈ LDFിന്റെ പ്രധാനമായിട്ടുള്ള ആക്ഷേപം. കാരണം ഈ രാജ്ഭവനിൽ സമരം നടക്കുന്ന ഘട്ടത്തിൽ, ഇടുക്കി വിഷയവുമായി ബന്ധപ്പെട്ടൊരു സമരം നടക്കുന്ന ഘട്ടത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ഇടുക്കിയിലേക്ക് വരുന്നു എന്നുള്ളത് അത് തങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്നതാണ് LDFിന്റെ ആകെയുള്ള ചിന്ത. അതിന്റെ അടിസ്ഥാനത്തിലാണ് LDF ഹർത്താൽ ആഹ്വാനം ചെയ്തത്. പക്ഷേ സ്വകാര്യ വാഹനങ്ങളെ ഒന്നും തടയുന്നില്ല, അല്ലെങ്കിൽ അത്തരം ബൈക്കുകൾ, കാറുകൾ, അത്തരം വാഹനങ്ങളെ തടയുന്നില്ല. KSRTC ബസ്സും ചിലരെ ഓടുന്നുണ്ട്, ആ വാഹനങ്ങളും തടയുന്നില്ല. എന്തായാലും ഗവർണർക്കെതിരെയാണ് പ്രതിഷേധത്തിന്റെ മുന LDFും അതോടൊപ്പം തന്നെ SFIയും പ്രധാനമായും തിരിച്ചുവച്ചിരിക്കുന്നത്. കാരണം നേരത്തെ ഈ സർവകലാശാല സെനറ്റിലേക്ക് ഇഷ്ടക്കാരെ നിയമിച്ചു എന്ന ഒരു ആക്ഷേപം LDF അടക്കം മുന്നോട്ട് വെച്ചിരുന്നു, CPM അടക്കം മുന്നോട്ട് വെച്ചിരുന്നു. SFI അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. പലയിടങ്ങളിൽ നമ്മളത് കണ്ടതുമാണ്. അതിന് തുടർച്ചയാണ് കാര്യങ്ങൾ പോകുന്നത്. അതോടൊപ്പമാണ് ഇടുക്കിയിലെ ഈ ഭൂപതിവ് ചട്ടഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ലിൽ ഒപ്പിടാത്തതുമായി ബന്ധപ്പെട്ട വിഷയം. അതുകൊണ്ട് ആ ഇടുക്കി വിഷയവും അതോടൊപ്പം തന്നെ സർവകലാശാലയിലെ വിഷയവും കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിഷേധം SFI നടത്തിയത്. ജില്ലയിലേക്ക് എത്തുമ്പോൾ ജില്ലാ നേതൃത്വം ഒന്നാകെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് അത് മുൻകൂട്ടി പ്രഖ്യാപിച്ച് ഹർത്താലൊക്കെ ആചരിക്കുകയാണ്. അതുകൊണ്ട് വിവിധ ഇടങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള കരിങ്കൊടി പ്രതിഷേധം ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഏതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റുകളിലാണ് പ്രതിഷേധം രൂപപ്പെട്ടത്? പോലീസ് അത്രമേൽ ശക്തമായി തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ടോ? ജില്ലാ അതിർത്തി കഴിഞ്ഞ വേങ്ങല്ലൂർ പ്രദേശം, അതോടൊപ്പം തന്നെ വേങ്ങല്ലൂർ സിഗ്നൽ കഴിഞ്ഞിട്ടുള്ള പ്രദേശം, അവിടെയൊക്കെ തന്നെയാണ് കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായത്. ഈ കരിങ്കൊടി പ്രതിഷേധത്തിലേക്ക് പോകുന്നതിന് മുൻപ് LDFിന്റെ മാർച്ച് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചും CPMന്റെ മാർച്ച് ഉണ്ടായിരുന്നു. അത് 2 ഏരിയ കമ്മിറ്റികൾ ചേർന്നുകൊണ്ടുള്ള മാർച്ചായിരുന്നു. കടുത്ത പരാമർശങ്ങൾ ഗവർണർക്കെതിരെ ഉന്നയിച്ചുകൊണ്ടാണ് ആ മാർച്ച് കടന്നുപോയത്. ആ മാർച്ച് ഈ പരിപാടി നടക്കുന്നതിന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ മുൻപ് പോലീസ് തടഞ്ഞിരുന്നു. അവിടെ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അതിനുശേഷമാണ് ഈ കരിങ്കൊടി പ്രതിഷേധവുമായി എത്തിയിട്ടുള്ളത്. ഇനി പോലീസ് മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് ഈ വേദി ആകെ തന്നെ കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാണ്. അവിടെ ഗവർണറെത്തും, ഗവർണർ സംസാരിക്കും. ഗവർണർ വാക്കുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ അതിനുശേഷം ഗവർണർ പോകുന്നത് തൊടുപുഴ റെസ്റ്റ് ഹൗസിലേക്കാണെന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഇനി അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ചേഞ്ച് ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹം അവിടെയും തുടരും. അവിടെയും വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിന് ഒരുക്കേണ്ടതായിട്ട് വരും. അതിനുശേഷം അവിടെ നിന്ന് ജില്ല കടന്നു പോകുന്നത് വരെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കർശന സുരക്ഷാ ക്രമീകരണത്തിന്റെ ഒരു കാര്യങ്ങൾ നോക്കേണ്ടതായി വരും. 11:30ക്കാണ് പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കുടുംബകാരുണ്യം പദ്ധതിയുടെ ഉദ്ഘാടനമാണ്. അതിനുശേഷം ഏകദേശം 1 മണിക്കൂർ ആ പരിപാടി എന്തായാലും ഉണ്ടാകും. തുടർന്ന് വീണ്ടും ഒരു 3/4 മണിക്കൂർ കൂടി ആരിഫ് മുഹമ്മദ് ഖാൻ ഇടുക്കിയിൽ തന്നെ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഒരു 1.25 മണിക്കൂറോളം അദ്ദേഹം ഇനിയും ഇവിടെയും തുടരും. അതുകൊണ്ട് പോകുന്നതടക്കം വരെ ശക്തമായിട്ടുള്ള കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് SFI വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള ക്രമീകരണങ്ങൾ അവർ നടപ്പാക്കുന്നുണ്ട്. അതിനെ തടയിടാൻ അല്ലെങ്കിൽ
അതിനെ നിയന്ത്രിക്കാൻ, അതിനെ വിലങ്ങ് തീർക്കാൻ പോലീസും ഇടുക്കിയിൽ തൊടുപുഴയിൽ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്.